to practice reading effectively. നമ്മൾ റീഡിംഗ് എങ്ങനെയാണ് നല്ല എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കുറച്ച് ടിപ്സായിട്ടും നമുക്കിത് കൺസിഡർ ചെയ്യാം. നമ്മൾ എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ OETയുടെ റീഡിംഗ് സ്കോർ കൂട്ടാൻ പറ്റും എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമാണ്. ഫ്രഷായിട്ട് നല്ല മൈൻഡ് ഫ്രഷായിട്ടിരിക്കുന്ന സമയത്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. കാരണം നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ടെസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലൊരു സ്കോർ കിട്ടത്തില്ല. കാരണം എന്താണ്, നമ്മുടെ മൈൻഡ് ശരിയല്ല, നമുക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നമ്മളെപ്പോഴും ഫ്രഷ് മൈൻഡിൽ വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഒന്നെങ്കിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ടഫ് മൊഡ്യൂൾ, അതിപ്പോൾ റീഡിംഗ് ആണെങ്കിലും ലിസ്ണിംഗ് ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളുടെ ടഫ് മൊഡ്യൂൾ ഏതാണോ അത് വേണം ഏറ്റവും ഫ്രഷ് മൈൻഡിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈവനിങ് വോക്കൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഒരു ചായയോ കോഫിയോ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും, നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഏതൊരു എൻവയോൺമെൻറ്റിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈമിംഗ് ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. മോർണിംഗ് ചെയ്യേണ്ടവർക്ക് മോർണിംഗ് ചെയ്യാം, ഈവനിങ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം. വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഉച്ചയ്ക്ക് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമിൽ ചെയ്യാം. പക്ഷേങ്കിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ കാം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വേണം ചെയ്യാൻ. എന്താണെന്നറിയോ, നമുക്ക് മറ്റുള്ള ഡിസ്റ്റർബൻസ് സൗണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അത് നമ്മുടെ സ്കോറിനെ എന്തായാലും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വേണം ഇരിക്കാൻ. പിന്നെ ചിലവരുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും കുഞ്ഞുങ്ങളില്ലാത്ത ടൈമിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ റൂമൊക്കെ ലോക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമോ എന്തായാലും പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അടുത്തത് പ്രാക്ടീസ് മെറ്റീരിയൽസിൻ്റെ കാര്യമാണ്. പ്രാക്ടീസ് മെറ്റീരിയൽ എവിടെ കിട്ടും? ഈ ഓൾറെഡി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് മെറ്റീരിയൽ വീട്ടിൽ തന്നു വിടാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഷോപ്പുകളുണ്ട്, അവിടെ അവൈലബിൾ ആണ്. ഈ മെറ്റീരിയൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഫുള്ള് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും പുതിയൊരു മെറ്റീരിയൽ വാങ്ങണോ എന്ന് ചോദിച്ചാൽ വാങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വാങ്ങേണ്ടവർക്ക് വാങ്ങാം, അല്ലാത്തവർക്ക് ഇതേ മെറ്റീരിയൽ തന്നെ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ സ്കോർ കമ്പയർ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ എന്ന് അറിയാൻ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടത്തില്ലേ. സോ എന്ത് ചെയ്യുക, നമ്മുടെ സ്കോർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലേ. അപ്പോൾ സ്കോർ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് എഴുതുന്ന ഒരു ബുക്കിലായിരിക്കണം. ചുമ്മാ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതങ്ങ് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കോർ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു റഫ് ബുക്ക്, ഈ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു റഫ് ബുക്ക് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ആ സ്കോർ നമുക്ക് പിന്നീട് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത്, നിങ്ങളൊരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ക്വസ്റ്റ്യനകത്ത് സ്റ്റക്കായിപ്പോയി, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ വിടുക തൽക്കാലം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോവുക. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസറും പോവും, അടുത്ത ആൻസറും പോവും. നമുക്ക് ചിലപ്പോൾ അടുത്തൊക്കെ നല്ല ആൻസേഴ്സ് ആയിരിക്കും, നമുക്ക് അത്രയും സമയം നഷ്ടമാണ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഈ ക്വസ്റ്റ്യൻ വിടുക. ഒന്ന് റൗണ്ട് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതങ്ങ് വിടുക, എന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമുക്ക് സ്റ്റക്കായ ക്വസ്റ്റ്യനുള്ള അതൊന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ഇനി സമയമുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് വലിയ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായാൽ ഈ ഒരു കാര്യം യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? അതായത് നമ്മളിപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾറെഡി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് അക്കാഡമിയിൽ തന്നെ പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. സോ ഒരു മൊഡ്യൂൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീഡിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അവിടെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യുക, അതായത് 2 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക ഓരോ മൊഡ്യൂളും. ഓക്കെ. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ മൊഡ്യൂളും ഒരു പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ഇനി കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം എന്ന് എന്താ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ ഗ്യാപ്പ് എടുത്ത് ഇന്ന് പ്രാക്ടീസ് ചെയ്തു, നാളെ പ്രാക്ടീസ് ചെയ്തില്ല, മറ്റന്നാൾ പ്രാക്ടീസ് ചെയ്തു, പിന്നെ പ്രാക്ടീസ് ചെയ്തില്ല, അങ്ങനെ നമ്മൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്പീഡ് കൂട്ടാൻ പറ്റത്തില്ല, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ട്? നമ്മൾ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. സോ ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് സമയം കണ്ടെത്താൻ പറ്റാഴികയൊന്നുമില്ല, നമ്മൾ വിചാരിച്ചാൽ എങ്ങനെയായാലും കണ്ടെത്തും. എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു എയിം സെറ്റ് ചെയ്യണം. എനിക്ക് എക്സാം ഫസ്റ്റ് ടൈം തന്നെ അത് ക്രാക്ക് ചെയ്യാൻ പറ്റണം OET എന്നുള്ളത് ആ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിന് വേണ്ടി എഫോർട്ട് ഇടുക. ഇപ്പോൾ 1 മാസമാണോ 2 മാസമാണോ നിങ്ങൾ എത്ര നാളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, നിങ്ങളുടെ മാക്സിമം എഫോർട്ട് അതിൽ തന്നെ കൊടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുമ്മാ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിലും
പറയുമ്പോൾ എന്തുവാ, ഞാൻ 1 മാസം ക്ലാസ്സിന് പോയി, അല്ലെ 2 മാസം ക്ലാസ്സിന് പോയി, എന്നിട്ട് ഞാൻ പാസ്സായില്ല. അത് നമ്മളുടെയും കൂടെ മിസ്റ്റേക്കാണ്. നമ്മൾ പോകുന്നിടത്തെ മിസ്റ്റേക്ക് അല്ല, കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മുടെ എഫോർട്ടാണ്. ഇപ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കും, നമുക്ക് ടിപ്സ് പറഞ്ഞു തരും, ട്രിക്സ് പറഞ്ഞു തരും, നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും വീട്ടിൽ ചെന്ന് പഠിച്ചില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കണം അല്ലേ, എങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. പിന്നെ നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് കിട്ടും, കാരണം 15 മിനിറ്റ്സ് എ പാർട്ടിനും 45 മിനിറ്റ്സ് BNCക്കും ആണല്ലോ, സോ ഒരു ബ്രേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ബ്രേക്ക് കിട്ടുന്നതിന് മുമ്പ്, അതായത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ ടെസ്റ്റിൽ തന്നെ ആയിരിക്കണം. കാരണം എന്താണ്, ആ ഫുൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട് സി ഒക്കെ പറഞ്ഞാൽ ഫുൾ മനസ്സിലാക്കണം, ഒരു ഇതുപോലും വിടാതെ എല്ലാ പാരഗ്രാഫും നമ്മൾ വായിച്ച് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ ആ ഫുൾ ഐഡിയ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇങ്ങനെ നല്ല എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കോർ എന്താണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമൊക്കെ എഴുതാൻ വേണ്ടി ഇരിക്കുന്നവർക്കാണെങ്കിൽ നല്ലപോലെ എക്സാം എഴുതാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് പോകും. കാരണം നമ്മൾ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത ഒരാളല്ലേ, കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലാണല്ലോ നമ്മൾ ഈ ഡേറ്റ് എടുക്കുന്നത് തന്നെ. അപ്പം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എക്സാം ഡേറ്റ് എടുത്താൽ മതി. ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യാനില്ല. വീട്ടുകാരൊക്കെ നിങ്ങളോട് പറയും, കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണല്ലോ, ഇതുവരെ നിങ്ങൾ ഡേറ്റ് എടുത്തില്ലേ, ഇതുവരെ പരീക്ഷയൊന്നും ആയില്ലേ, അവർക്ക് പറയാം. കാരണം ആ നാട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ചോദിക്കുക, അവർക്കൊരു കുഴപ്പമില്ല, നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ OETയുടെ എക്സാം ഫീസ് എത്രയാണ്, അപ്പം നമ്മൾ വെറുതെ കൊണ്ട് കളയാതെ നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് വേണം നമ്മൾ ഡേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു, ബൈ. ഇറ്റ്സ് മീ ഷാരിക ഫ്രം ടിജൂസ് അക്കാഡമി.